പ്രിയ കൂട്ടുകാരെ, ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ മാജിക് ഷോകളിലും അതുപോലെ തന്നെ എക്സിബിഷനിലും എല്ലാം കണ്ട ഒരു മാജിക് ടാപ്പിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു മാജിക് ടാപ്പ് എങ്ങനെ നിർമ്മിക്കാമെന്ന്, എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ വീടുകളിൽ എങ്ങനെ ഈ ഒരു അത്ഭുതകരമായ ഒരു മാജിക് ടാപ്പ് നിർമ്മിക്കാമെന്ന് നമുക്കൊരു വീഡിയോയുടെ ശ്രമിക്കാം. പ്രിയ കൂട്ടുകാരെ, ഈ ഒരു മാജിക് ടാപ്പ് നിർമ്മിക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും 3 വസ്തുക്കളാണ് ആവശ്യമായി വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു ടാപ്പ്. നമ്മുടെ വീടുകളിലേക്ക് നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ടാപ്പ് നമുക്ക് ആവശ്യമായി വരുന്നത്. രണ്ടാമതായിട്ട് ഇതുപോലുള്ള ഒരു ട്യൂബാണ്. ഈ ഒരു ട്യൂബ് നമ്മുടെ പഴയ എമർജൻസി ലൈറ്റുകളിലൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കടയിൽ പോയാലും ഇത്തരത്തിലുള്ള ട്യൂബ് നമുക്ക് വാങ്ങാൻ ലഭിക്കും. മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമായി വരുന്നത് ഇതുപോലെയുള്ള അക്വേറിയങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന ഒരു മോട്ടറാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 20 വാട്ടിൻ്റെ ഒരു മോട്ടറാണ്. ഇത് നിങ്ങൾക്ക് അക്വേറിയത്തിൻ്റെ ഷോപ്പിൽ പോയാലും ഇത്തരത്തിലുള്ള മോട്ടറുകൾ ലഭിക്കും. പ്രിയ കൂട്ടുകാർ, ഈ ഒരു മോട്ടറിൻ്റെ അറ്റത്ത് ഇതുപോലെയുള്ള ഒരു പൈപ്പ് നമുക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ഒട്ടിച്ച് നോക്കാം. പിന്നെ അറ്റത്ത് നമുക്ക് കുറച്ച് പശ തേച്ചെടുക്കാം. ഇതുപോലെ കൃത്യമായി ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് പശ അപ്ലൈ ചെയ്ത് വെക്കാം. ലീക്ക് വരാതിരിക്കാനാണ്. കൂട്ടുകാർ, ഈ ഒരു മാജിക് ടാപ്പ് ഉണ്ടാക്കാനായിട്ട് ഇത്തരത്തിലുള്ള നിർമ്മിതി കൂടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു നിർമ്മിതി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയാൽ ഈ ഒരു നിർമ്മിതി എങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാവുന്നതാണ്. അത് കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിർമ്മിക്കാം. അല്ലാതെ നോർമലായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം. കൂട്ടുകാരെ, നേരത്തെ ഞാൻ പൈപ്പുമായി ഒട്ടിച്ചു വെച്ച അക്വേറിയത്തിലിടുന്ന മോട്ടർ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. തുടർന്ന് ആ ഒരു പൈപ്പ് ഇതേപോലെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാകും ആ ഒരു പച്ച പൈപ്പ്. പ്രിയ കൂട്ടുകാരെ, ഞാൻ നേരത്തെ എടുത്തു വെച്ച ഈ ഒരു നോർമൽ ടാപ്പ് നമുക്കൊന്ന് ഭംഗിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് ഞാനൊരു ഗോൾഡൻ കളറാക്കി മാറ്റാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായി ഒരു ടാപ്പ് പെയിൻറ് ആവാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്പ്രേ പെയിൻറ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ വെച്ച് നോക്കാം. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ച ഈ ഒരു എമർജൻസി ലൈറ്റിൻ്റെ ഈ ഒരു ട്യൂബ് നമുക്കൊന്ന് ശരിയാക്കേണ്ടതുണ്ട്. അഥവാ ഇതിൻ്റെ രണ്ടറ്റത്തുള്ള ഈ ഒരു ഭാഗം നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ രണ്ടറ്റത്തുള്ള ഈ ഫിലമെന്റ് ഇങ്ങനെ രണ്ട് ഭാഗത്ത് ഇതിൻ്റെ ഫിലമെന്റുകൾ പുറത്തെത്തിച്ചതിന് ശേഷം ഇനി ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫ്ലൂറസെന്റ് നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എംസാനിൻ്റെ പൊടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന്
അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലൂറസെൻ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഫ്ലൂറസെൻ്റ് പൊടി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഈ ഒരു ട്യൂബ് ഒന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ആയിട്ട് ആ ഒരു എമർജൻസി ലൈറ്റിൻ്റെ ട്യൂബ് കൃത്യമായിട്ട് കിട്ടും. മോട്ടറുമായി ബന്ധിപ്പിച്ച ഈ ഒരു പച്ച പൈപ്പുമായിട്ട് ഒരു പശ തേച്ചുകൊണ്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ട്യൂബ് നന്നായിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. തുടർന്ന് അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് കല്ലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാകും. ഇതൊരിക്കലും ഈ ഒരു ട്യൂബ് അടർന്നു പോരാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കാം. ചെടി ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിലുള്ള ചെടികളും ഈ ഒരു അക്കോളത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു താഴെയുള്ള അക്കൂറത്തിലേക്ക് ഒരു മീനിനെ നോക്കാം. ഇനി നമുക്ക് നേരത്തെ നാം എടുത്തു വെച്ച ഈ ഒരു നോർമൽ പൈപ്പ് ഈ ഒരു ട്യൂബിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് വെച്ചു കൊടുക്കാം. ഇത്തരത്തിലുള്ള രീതിയിൽ ഇത് നേരെ കറക്റ്റാക്കി ഈ ഒരു പൈപ്പ് തന്നെ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മോട്ടറിലേക്ക് പവർ കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മാജിക് ടാപ്പ് ഇവിടെ തൂക്കിയിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കാഴ്ച. പ്രിയ കൂട്ടുകാരെ, ഈ ഒരു മാജിക് ടാപ്പിന്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാവുന്ന പ്രതീക്ഷയോടെ